നമുക്ക് കാത്തിരുന്ന് കാണാം. 100% BJP. മൂന്നുപേരും ഒരേപോലെ നിൽക്കുക. ഫേസ്ബുക്കിൽ കൂടെ പറയുന്നതല്ലേ. 27 സീറ്റ് പിടി. മനസ്സ് അതിലാണ് ഒത്തിരിക്കുന്നത്. എന്ത് പറയാൻ പറ്റില്ല. ഇപ്പൊ അവർ പറയണമെന്ന് പ്രവർത്തിക്കണമെന്ന് നമുക്ക് പറയാനൊക്കില്ല. സംവിധാനങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. തുടർഭരണം ഒന്നും പറയാൻ പറ്റുന്ന സാഹചര്യം അല്ല നിയമമണ്ഡലത്തിലുള്ളത്. 3 പേരും തുല്യമായി നിൽക്കുന്ന ആൾക്കാരാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. നിയമമണ്ഡലത്തിൽ ആര് ജയിക്കാൻ സാധിക്കും? 100% BJP അല്ല, വേറെ ആരും കൊണ്ടുപോകില്ല. ഉറപ്പാണ്. ഇത്തവണ കേരളത്തിന് BJP കൂടുതൽ സീറ്റ് കിട്ടുന്നതാണോ? ഉറപ്പല്ല. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ലോടെ കിട്ടും. കേരളത്തില് ആർക്കായിരിക്കും മുൻതൂക്കം? ഞങ്ങൾ മുമ്പ് വരുന്നവരെയും ഞങ്ങൾക്ക് അരിവാളും നിൽക്കരുത് തന്നെ, അതിന് കുറഞ്ഞു പോയിട്ടില്ല. 43 വർഷം കൊണ്ട് അരിവാളിന് വേണ്ടി വർക്ക് ചെയ്ത ഞാനാണ്. ഇപ്പോൾ ഞാൻ പിന്നീട് നിൽക്കണം, എന്നാലും വോട്ട് ചെയ്യണത് അതിൽ തന്നെ. മനസ്സ് അതിലാണ് ഒത്തിരിക്കുന്നത്. നമ്മുടെ മനസ്സ് നമ്മൾ അരിവാളിനെ മറക്കില്ല ഒരിക്കലും. നമ്മളെ ഇന്ന് സ്ഥാനാർത്ഥി ജയിക്കാൻ പോയിട്ടാണ് അന്ന് 600 രൂപ ഇരുന്ന പെൻഷൻ അവർ 2000 ആക്കി അവരുടെ കഴിയും. ഇന്ന് ആ പെൻഷൻ കൊണ്ടാണ് നമ്മുടെ ജീവിതമൊക്കെ കഴിയണത്. ഇനി 3000 ആക്കി വെച്ചിരിക്കണം ഏഴ് ദിവസം. ആ 3000 സെറ്റിലാവും. അവർ ജയിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ജയിക്കും, പൂർണ്ണമായിട്ടും ജയിക്കും എന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. നിയമമണ്ഡലത്തിൽ ആർക്കായിരിക്കും ചാൻസ് കൂടുതൽ? ശിവൻകുട്ടിക്ക് തന്നെ ആയിരിക്കും. കേരളത്തിൽ തുടർഭരണം ഉണ്ടാവോ? ഉണ്ടാവും തോന്നണം. എന്ത് പറയാൻ പറ്റില്ല. തുടർഭരണത്തിന്റെ കാര്യത്തിൽ ഇവര് രണ്ടുപേരും ഇങ്ങനെ പറയുമ്പോൾ ഒന്നും നമുക്ക് പറയാനൊക്കില്ല. അതുകൊണ്ട് അത് നോക്കിയേ എന്താന്നുള്ള പറയാനൊക്കും. നിയമമണ്ഡലത്തിൽ ആർക്കാണ് കൂടുതൽ ചാൻസ് കൂടുതൽ? നിയമമണ്ഡലത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ചെറുപ്പക്കാരനായ ശബരിനാഥിനാണ് ചാൻസ് കൂടുതലായിട്ട് കാണുന്നത്. കാരണം പുതിയ ശിവൻകുട്ടി സാറിൻ്റെ 5 വർഷത്തെ ഭരണം എല്ലാവരും കണ്ടു. പിന്നെ BJPയിലെ രാജീവ് ചന്ദ്രശേഖർ പോയാലും ഭരണം കിട്ടില്ല എന്നുള്ള രീതിയിൽ അടുത്ത് വരുന്ന സർക്കാർ UDF സർക്കാർ എന്നുള്ള രീതിയിലും നമ്മുടെ ശബരിനാഥ് ഏറെ മുൻതൂക്കം കാണിക്കുന്നുണ്ട്. കേരളത്തിൽ UDF എത്ര സീറ്റ് കിട്ടുമെന്നാണ് ഏകദേശം? 80-നും 100-നും ഇടയ്ക്ക് സീറ്റ് കിട്ടും. പിന്തുണ ഉണ്ടാകത്തില്ല ഇത്തവണ? ഒരിക്കലും ഉണ്ടാവില്ല. വേറെ വികസന നേട്ടങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാം? വികസന നേട്ടങ്ങൾ ഇത് ഇങ്ങനെ വെറുതെ ഫേസ്ബുക്കിൽ കൂടെ പറയുന്നതല്ലേ, അല്ലാതെ നമ്മളെ പ്രതിപക്ഷ നേതാവ് ഒരു വെല്ലുവിളിച്ചല്ലോ ഒരു പൊതു സദസ്സിൽ വെച്ച് സംവാദം നടത്താമെന്ന്. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് ഒരിക്കലും തയ്യാറായില്ല. എന്നിട്ട് വീണ്ടും വന്നിരുന്ന് ഫേസ്ബുക്കിൽ കൂടെയാണ് വികസനങ്ങൾ പറയണം. അവർ പറച്ചിലാണ് വികസനങ്ങളല്ല. ഇപ്പോൾ അവർ പറയുന്നതാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ഇവർ ചെയ്തതാണെന്ന് ആണ് പറഞ്ഞു വരുന്നത്. ശരിക്കും എല്ലാം അറിയാവുന്ന ജനത്തിന് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. 750 കോടി രൂപ ഒരു ദുരന്തം നടന്ന വയനാട് ദുരന്തം നടന്ന സ്ഥലത്ത് പിരിച്ചതിന് ശേഷം 170 വീട് വെച്ച് കൊടുത്തിട്ട് അത് വലിയ ഒരു വീരവാദമായിട്ട് പറയുകയാണ്. ജനങ്ങളുടെ തന്നെയാണ് പൈസ, അത് പിരിച്ചിട്ട് അത് വലിയ ഒരു വീരവാദമായിട്ടാണ് പറയണത്. നമ്മുടെ തന്നെ പൈസ ആണ് ഈ സർക്കാർ ഉപയോഗിക്കുന്നത്. വളരെയധികം ദൂർത്തെന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിൻ്റെ തല വെട്ടിവെച്ച് മുഖം വെച്ചുള്ള പരസ്യം തന്നെ നമുക്ക് കണ്ട് അരോചകമാകുന്ന രീതിയിലുള്ള ഒരു പരസ്യം. അതിന് എത്ര കോടി രൂപ ചെലവാക്കിയിരിക്കുന്നു. UDF സർക്കാരിൻ്റെ 5 ഗ്യാരണ്ടികൾ തന്നെ ഇപ്പം ഏറ്റവും വലിയ കാര്യമാണ് സ്ത്രീയൊക്കെ സൗജന്യമായി ബസ് യാത്ര ചെയ്യാമെന്നും, അടുത്ത് നമുക്ക് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കാമെന്നും, പിന്നെ നമുക്ക് 5 ലക്ഷം രൂപയ്ക്ക് യുവാക്കൾക്ക് തൊഴിൽ പരീക്ഷരഹിത വായ്പ കൊടുക്കുമെന്നും, 1000 രൂപ വെച്ച് കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ടും അവരുടെ ചെലവിനും കൊടുക്കുമെന്നുള്ള അടങ്ങുന്ന ആ വാഗ്ദാനം തന്നെ ജനങ്ങളത് സ്വീകാര്യതയിൽ എടുത്തു എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഈ മണ്ഡലത്തിൽ UDF ആണോ LDF ആണോ BJP ആണോ വരാൻ സാധ്യത പറയാൻ പറ്റില്ല. 3 പേരും ഒരേപോലെ നിൽക്കുകയാണ്. ആരാണ് വരുമെന്ന് പറയാൻ പറ്റില്ല. മണ്ഡലത്തിലെ വികസനങ്ങളെ കുറിച്ച്? വികസനം കുഴപ്പമില്ലാത്ത വികസനമുണ്ട്. സ്ഥാനാർത്ഥി തന്നെ കുഴപ്പമില്ല. നമ്മുടെ ശിവൻകുട്ടി സഖാവാണ് ജയിക്കാൻ ചാൻസ്. ഈ വർഷം മത്സരത്തിൽ ഇവിടെ വിജയം NDAക്കാണ്. നിയമമണ്ഡലം NDA എടുക്കും. ദൈവം പറയണ പോലെ ഒന്നുമല്ല. നിയമമണ്ഡലം NDAക്കാണ്. രാജീവ് ചന്ദ്രശേഖരനാണ് വിജയസാധ്യത. ചന്ദ്രശേഖർ ചേട്ടനെ ജയിക്കുള്ളൂ. കാരണം
വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു സംഭവമാണല്ലോ. നമ്മളെ ഒരു കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ആ ചേട്ടനെ പറ്റുള്ളൂ. ഈ നിയമം കൊണ്ടുപോകാൻ ആ ചേട്ടനെ പറ്റും. അതായത് വികസനം കൊണ്ടുവരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വികസനം ഇപ്പോൾ വികസനം ഇതുവരെ നടന്നിട്ടില്ല ഒന്നും. എന്താണ് വികസനം ഇവിടെ? എന്താണ് വികസനം നടന്നിട്ടുള്ളത്? എല്ലാം കേന്ദ്ര ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് എല്ലാം പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനമാണ്. കേന്ദ്ര ഫണ്ടിൽ നിന്ന് വരണ്ടേ? കേന്ദ്ര ഫണ്ടല്ലേ കൊടുക്കുന്നേ. അതാരും വെളിയിൽ വ്യക്തമായിട്ട് പറയുന്നില്ലല്ലോ. ഒരു റിപ്പോർട്ട് ചാനലും പറയുന്നില്ല NDAക്ക് ഒരു സ്ഥാനം ഉണ്ടെന്ന് പറയുന്നുണ്ടോ? ഇല്ല. എല്ലാ റിപ്പോർട്ട് ചാനലും പറയുന്നത് UDFും LDFും എന്നാണ്. ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ചാനൽ NDAക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ? അത് ഇത്തവണ BJPക്ക് കൂടുതൽ സീറ്റിന് ഇവിടെ കേരളത്തിൽ സാധ്യത ഉണ്ടെന്നാണോ? 27 സീറ്റ് പിടി. 27 സീറ്റ് പിടി. തിരുവനന്തപുരത്ത് എത്തണം. തിരുവനന്തപുരത്തിനകത്ത് 4 പിടി. ഏതൊക്കെയാണെന്ന് പറയോ? നേമം, കരമന ജയൻ, പിന്നെ നമ്മുടെ വട്ടിയൂർക്കാവില, ശ്രീലേഖമാണം, ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ നമ്മുടെ കഴക്കൂട്ട, മുരളീധരൻ. നമ്മൾ 4 സീറ്റ് ഇവിടെ എടുക്കും തിരുവനന്തപുരം. നിയമമണ്ഡലത്തിലെ വികസനം നല്ല വികസനമാണ് നടത്തിയത്. ഇന്നുവരെ കാണാത്ത വികസനം തന്നെ ശിവൻകുട്ടി ചെയ്തിട്ടുള്ളത്. അവിടെ ആയുർവേദ ആശുപത്രി, വില്ലേജ് ഓഫീസ്, പിന്നെ ഇപ്പോൾ സബ് രജിസ്റ്റർ ഓഫീസിൻ്റെ അവിടെ കെട്ടിടം ചെയ്തിട്ട്, പിന്നെ കിരീടം പാലം റോഡ്, ആളുകൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. ഒരു കുഴപ്പമില്ല. നല്ല പ്രവർത്തനം 5 വർഷം കൊണ്ട് നല്ല വികസനം തന്നെ നേമത്തെ നടത്തിയത്. കഴിവിൻ്റെ അങ്ങേറ്റം പരമാവധി ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെയൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ കേന്ദ്രത്തിൻ്റെ കള്ളപ്രചരണം നടത്തി വോട്ട് പിടിക്കാൻ നടക്കുകയാണ്. അത് നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഈ കൊറോണ വന്നു, ഇവിടെ വെള്ളപ്പൊക്കം വന്നു, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഒരുപാട് വന്നിട്ടൊന്നും ഇവരിവിടെ ഒന്നും ചെയ്തില്ല പാവപ്പെട്ടവർക്ക്. ഇപ്പോൾ ഒരു പ്രചരണം നടത്തണം, കുടിവെള്ളം കൊടുക്കണം, എത്ര മീറ്റർ വെള്ളം ഉപയോഗിക്കണവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് BJPക്കാർക്ക് കൊടുക്കണം. BJPക്കാർക്കാണ് കൊടുക്കുന്നത്. അവർ പറയുന്ന ആളുകൾക്ക് കൊടുക്കും. അല്ലാതെ അവിടെ പൊതുവേ ആർക്കും അങ്ങനെ കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളാണ്. പിന്നെ കള്ളപ്രചരണം നല്ല നടക്കുന്നുണ്ട്. മതന്യൂനപക്ഷങ്ങൾ, മറ്റുള്ള വിഭാഗത്തിലുള്ളവരെല്ലാം ഒരുമിച്ചാണ് ജീവിക്കുന്നത് കേരളത്തിൽ. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളപ്രചരണം നടക്കണം. ഇപ്പോൾ അവർ പറയണമെന്ന് പ്രവർത്തിക്കണമെന്ന്. ഈ കോർപ്പറേഷന് ഇവിടെ ഒരു ബോർഡ് വെച്ചപ്പോഴെടുത്ത് ഇവിടെ ഇലക്ഷൻ്റെ ആളുകൾ വന്ന് എടുത്ത് വലിച്ചു കീറിക്കളഞ്ഞു. നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ ബോർഡ് അങ്ങ് കിഴക്കേക്കാട്ടം പോലെ ഇവിടെ വെള്ളാണി ജംഗ്ഷൻ വരെ നേമം വരെ നിരത്തി വെച്ചിട്ട് എടുത്ത് മാറ്റിയിട്ടില്ല. പരിപാടി കഴിഞ്ഞ് എടുത്ത് മാറ്റിയിട്ടില്ല. ഇപ്പം കിള്ളിപ്പാലത്തിന് പോയിട്ട് വരാൻ ആളുകൾക്ക് പാടെന്ന് പറയണാട്ട് അവിടെ എന്തൊക്കെ വെച്ചിരുന്നതിനെ എടുത്ത് മാറ്റിയിട്ടില്ല. കോർപ്പറേഷൻ ഇപ്പം വന്നപ്പോൾ മേയർ പറഞ്ഞു, മേയറാണ് ഭയങ്കര സംസാരം, ഞാൻ വലിയവനാണ്, ഞാൻ ഇവിടെ ഇപ്പം എന്തൊക്കെ ചെയ്യുന്നു, ഒന്നും ചെയ്യില്ല. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ്റെ സ്റ്റണ്ടിന് അവർ ഈ പോരൊക്കെ കാണിക്കണേ. അല്ല, ഇവരെ കൊണ്ട് വേറെ ഒന്നും നടക്കില്ല. ഇവരാളുകളുടെ ഇടയിൽ പറഞ്ഞ് പറ്റിച്ച് വോട്ട് വാങ്ങിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇല്ല, വേറെ ഒന്നുമല്ല ഇവിടെ നടക്കും. എന്നാൽ ശിവൻകുട്ടിയെ പറ്റി ഒന്നും പറയാനില്ല. ശിവൻകുട്ടി നല്ല രീതിയാണ്. പിന്നെ എന്ത് കാര്യത്തിനുണ്ടെങ്കിലും ഓടിയെത്തും. ഒരു മരണം വന്നിരുന്നാലും, ഒരു അപകടം വന്നാലും, ഇവിടെ എത്ര അപകട മരണം വന്ന് എത്ര പേര് മരിച്ച്, ബസ് ആക്സിഡൻ്റ് വന്നു. ഒരു BJPയുടെ ഒരു നേതാവിനെയും കാണാനില്ലായിരുന്നല്ലോ. ഇപ്പോൾ ഇവിടെ നിൽക്കണ MLA എന്ന് പറഞ്ഞ് നിൽക്കണ ആളുകളെ പോലെ കാണാനില്ലല്ലോ. BJPയുടെ അവിടെ പ്രാദേശിക നേതാക്കന്മാർ പോലും വരില്ല, തിരിഞ്ഞു നോക്കില്ലല്ലോ. ഈ സഖാവ് എല്ലായിടത്തും വരും. പ്രത്യേകിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുന്നുണ്ട്. ഒരു കല്യാണം വിളിച്ചാലും വരും. ഉള്ള സമയം വന്നെത്തി എന്താണെന്ന് പങ്കെടുത്തിട്ട് പോകും. അങ്ങനെ ഒരു നല്ലൊരു ഇമേജുള്ള ആളാണ്. അങ്ങനെ തന്നെ വരണം. നിയമമണ്ഡലത്തിൽ അങ്ങനെ തന്നെ വരണം. ഇത്തവണ തുടർഭരണത്തിന് ചാൻസ് ഉണ്ടാവോ? ഇല്ല. അതായത് ഈ LDF 10 വർഷമായി ഭരിക്കുന്ന ആ ഭരണവിരുദ്ധ വികാരം മെയിനായിട്ട് ഈ 2026 തെരഞ്ഞെടുപ്പിൽ അത് കൂടുതലായും പ്രതിഫലിക്കും. അതായത് വികസനമെന്ന് പറഞ്ഞത് വെറും തട്ടിപ്പാണ്. അതിൻ്റെ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ നേമം ആശുപത്രി, അതായത് നേമത്തിലുള്ള ഒരു ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രി കെട്ടിടം പണി ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളില്ല. പിന്നെ ഡോക്ടറെ പോസ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാ ജീവനക്കാരെ ആരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. അതേപോലെ ഇനി മറ്റൊന്ന്, നമ്മുടെ പിന്നെ കുരിയാത്തിയിൽ ശ്മശാനം മോടങ്കോവിലിൻ്റെ അവിടെ അങ്ങോട്ട് താഴോട്ട് പോകുന്ന ആ വഴിയിൽ അവിടെ
ബിൽഡിംഗ് ഉദ്ഘാടനമായി. ഇതുവരെ ആരെയും ജീവനക്കാരനെയോ പിന്നെ അതിൻ്റെ ആശുപത്രിക്ക് വേണ്ട സജ്ജീകരിക്കാനുള്ള ആ സംവിധാനങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. PR വർക്ക്, ഈ സർക്കാർ അത്രയും PR വർക്കിന് മാത്രം 958 കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട്. ഈ പൈസ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കൊടുത്തിട്ടുണ്ടോ? അതേപോലെ പിന്നെ വയനാട് ഫണ്ട് 780 കോടി രൂപ പിരിച്ച് എടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 80 കോടി രൂപ ചിലവാക്കി വീട് പണിതിട്ടുണ്ട്. ആ വീടുകളിൽ ജനങ്ങൾക്ക് അങ്ങോട്ട് കയറി താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അത്രയും ചെയ്തു വച്ചിരിക്കുന്നത്. ബാക്കി ഈ പൈസ മൊത്തം എവിടെ പോയെന്നും ഒരു പിടിയുമില്ല. അതിൻ്റേതായിട്ടുള്ള ഒരു പിന്നെ കണക്കും കാര്യങ്ങളും ഒന്നുമില്ല, ആഡിറ്റോ ഒന്നുമില്ല. ഇതാണ് സർക്കാരിൻ്റെ നിഷ്ക്രിയത്വം. പിന്നെ ഇവിടെ പറയുന്ന പോലെ അതായത് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അണികൾക്കും നേതാക്കന്മാർക്കും മാത്രമേ ഇവിടെ പോസ്റ്റിംഗ് നടന്നിട്ടുള്ളൂ. ഓരോ പോസ്റ്റിംഗ് എടുത്താലും ഏത് പോസ്റ്റിംഗ് എടുത്താലും സ്ഥിരമായിട്ടുള്ള ഒരു പോസ്റ്റിംഗ് നടത്തിയിട്ടില്ല. എല്ലാം കോൺട്രാക്റ്റ് അവരുടെ പാർട്ടിക്കാരെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പിന്നെ എംപ്ലോയ്മെൻ്റ് വഴിയുള്ള എംപ്ലോയ്മെൻ്റ് വഴി നിയമനം മൊത്തം നിർത്തിവെച്ചിരിക്കുകയാണ്. സ്ഥിര ജീവനക്കാരായിട്ടുള്ള ആരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. PSC വഴിയുള്ള നിയമനം പിന്നെ മൊറട്ടോറിയം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാവർക്കർമാരുടെ സമരം, PSCയിലെ പോസ്റ്റിങ്ങിനെ സംബന്ധിച്ച് എത്ര പേര് മുട്ടിലഴിഞ്ഞ് ഇത് ചെയ്തിട്ടുണ്ട്, എത്ര പേരെ പോസ്റ്റ് ചെയ്തു. ആ പോലീസുകാരുടെ ഇത് മാത്രം നോക്കുക. പോലീസ് നിയമനത്തിൻ്റെ CPO ലിസ്റ്റ്, അങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഈ സർക്കാർ വളരെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ മണ്ഡലത്തിൽ ആർക്കായിരിക്കും വിജയസാധ്യത ഉള്ളത്? വിജയസാധ്യത ശബരിക്ക് ചെറിയ മുൻതൂക്കം വന്നിട്ടുണ്ട്. പിന്നെ വന്ന സമയം സ്വല്പം ഡിലേ ആയി. ഇപ്പം ഒപ്പത്തിനൊപ്പം വന്നിട്ടുണ്ട് ശബരിക്ക്. CPM-ൽ തന്നെ അവരുടെ അണികൾ തന്നെ മൊത്തം അസന്തുഷ്ടരാണ്. അതേപോലെ BJP-യിലും അസന്തുഷ്ടർ ഒരുപാട് പേരുണ്ട്. അവരുടെ 2 ഫ്രാക്ഷനുണ്ട് BJP-യിൽ. അങ്ങനെ അതായത് നമ്മുടെ കാലടി സൗത്തിൽ പോയിട്ട് ഇന്നലെ ആയിരുന്നു അവരുടെ ഒരു സ്വീകരണം. ആ സ്വീകരണത്തിന് ആളില്ല. ഇത്രയ്ക്കും അവരുടെ വാർഡ് കൗൺസിലറുള്ള പിന്നെ ഡിവിഷനാണ്. അവിടെ ആളില്ലായിരുന്നു.